KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പറയുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നമുക്ക് കാണുന്നത്? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ നല്ല കാര്യമാണ്. ഞങ്ങള് എല്ലാ പെൺകുട്ടികളും കൂടി KSRTC ബസ്സിൽ ഒരു ദീർഘ വിനോദയാത്ര നടത്തിയാലോ എന്ന്. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ല അതൊന്നുമില്ല. അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ഇതിനുള്ള മറുപടി ഞാൻ ചന്ദ്രഞ്ചേലയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി മേടിച്ചോട്ടോ. അത് ഞങ്ങൾ സ്ത്രീകൾ പോയിക്കോളും. ഇനിയിപ്പം അങ്ങനെ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകള് ഗവിയിലേക്കോ എവിടേക്കാന്ന് വെച്ച് ഞങ്ങൾ പോയിക്കോളും. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? അങ്ങോട്ട് കൂടി അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ. റോസിന് കാറ്റുകൊള്ളട്ടെ. പോട്ടെ, ജാസിന്റെ കേസായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആകെ കെട്ടിവെച്ച ഒരു 2 സിലിക്കോൺ ബ്രസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഡൗൺ സർജറി കഴിഞ്ഞതാണോ? അല്ല, ഡൗൺ സർജറി ഇനി കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? ഒരു മിനിറ്റ്. അഫ്കോഴ്സ് ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. പെൺകുട്ടികൾക്ക് ഒരു സൗജന്യ യാത്ര അവര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾക്കും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ചോദിച്ചു വാങ്ങും ഞങ്ങൾ ആ സീറ്റ്. ആയിരിക്കും ഞങ്ങളെ സ്ത്രീ ആക്കണം, സ്ത്രീ ആയിട്ട് പരിഗണിക്കണം, സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആർക്കും ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. ഇവർക്ക് മാത്രമാണ് എല്ലായിടത്തും ഞാനൊരു സ്ത്രീ സ്ത്രീ സ്ത്രീ. ഒരു സൗജന്യ യാത്ര അവര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾക്കും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ചോദിച്ചു വാങ്ങും ഞങ്ങൾ ആ സീറ്റ്. എന്ത് സ്ത്രീ? എങ്ങനെ സ്ത്രീ? ട്രാൻസ് കമ്മ്യൂണിറ്റി പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള ആനുകൂല്യം കിട്ടുന്നത് എനിക്കൊന്ന് കാണണം. വെല്ലുവിളിയാണത്. എന്റെ വെല്ലുവിളിയാണത്. എന്നാ പിന്നെ നമ്മൾക്ക് വെറുതെയാണോ? സ്ത്രീകൾ വെറുതെയാണോ? അപ്പോ സ്ത്രീയാണത്ര സ്ത്രീ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റെ ചെയ്യും. ബാക്കിയുള്ള എനിക്ക് ഈ കമ്മ്യൂണിറ്റി പെട്ട ഏകദേശം ആൾക്കാരും അവർ പറയുന്നത് ഞങ്ങൾ ട്രാൻസ് വുമൺ ആയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരായിട്ടോ അങ്ങനെ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാത്രം അങ്ങനെ പറ്റില്ല. നിങ്ങൾക്ക് മാത്രം പൂർണ്ണതയുടെ സ്ത്രീ ആയിട്ട് നിങ്ങൾ എല്ലാരും പരിഗണിക്കണം. നടക്കൂല. നിങ്ങളുടെ തലകുത്തി പറഞ്ഞാലും ശരി, നടക്കൂല. എന്നാ ഗവിക്ക് അങ്ങോട്ട് ടൂറുണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ഗവിക്ക് സ്ത്രീയാന്ന് പോലും സ്ത്രീ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.